ഹായ് എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് നൗൺ, വാട്ട് ഈസ് നൗൺ, പിന്നെ അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനുമാണ് പഠിച്ചത്, വാട്ട് ഈസ് കോമൺ നൗൺ ആൻഡ് വാട്ട് ഈസ് പ്രോപ്പർ നൗൺ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവർ ഇതിൻ്റെ പാർട്ട് 1 കൂടി ഒന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തെ വിഭാഗത്തിലോട്ട് പോകാം. അപ്പോൾ നോക്കിക്കട്ടെ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്സ് ഓഫ് നൗണിലെ മൂന്നാമത്തത് കോൺക്രീറ്റ് നൗൺ എന്നാണ് കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് നൗണിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. കോൺക്രീറ്റ് നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടാൻജിബിൾ ഓബ്ജെക്ട്സ് സെൻസ്ഡ് ഫിസിക്കലി. അപ്പോൾ ടാൻജിബിൾ ഓബ്ജെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കാണാൻ പറ്റും, ഒക്കെ ചെയ്യുന്ന ഓബ്ജെക്ട്സിനെയാണ് നമ്മൾ ടാൻജിബിൾ ഓബ്ജെക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടാൻജിബിൾ ഓബ്ജെക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും തൊടാനും ശ്രവിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കണം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ TV. അപ്പൊ നമുക്ക് TV എന്ന് പറയുമ്പോൾ നമുക്ക് TV എന്ന് പറയുന്ന വസ്തുവിനെ, ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, നമുക്കതിനെ തൊടാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് കേൾക്കുന്ന വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ടാൻജിബിൾ ഓബ്ജക്ട്സ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ ചെയർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ചെയർ എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ലേ, നമുക്ക് കാണാൻ പറ്റും, നമുക്കത് തൊടാൻ പറ്റും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫോർത്ത് വൺ ആണ് അബ്സ്ട്രാക്ട് നൗൺ. കണ്ടോ, അബ്സ്ട്രാക്ട് നൗണിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അബ്സ്ട്രാക്ട് നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ഇൻടാൻജിബിൾ ഓബ്ജക്ട്സ്. നമ്മൾ കോൺക്രീറ്റ് നൗണിന്റെ നേരെ റിവേഴ്സ് ആണ് ഇത് പഠിക്കുന്നത് കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ഇൻടാൻജിബിൾ ഓബ്ജക്ട്സ്. നമ്മളിവിടെ പഠിച്ചു ടാൻജിബിൾ ഓബ്ജക്ട്സ്. ടാൻജിബിൾ ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഇൻടാൻജിബിൾ എന്ന് പറയുമ്പോൾ ഇതൊന്നും പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ കാണാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലവ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് സ്നേഹത്തിനെ കാണാൻ പറ്റില്ല, നമുക്കതിനെ തൊടാൻ പറ്റില്ല, നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ദേ ഇതാണ് സ്നേഹം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഓബ്ജക്ട്സ് ആണ് അബ്സ്ട്രാക്ട് നോൺ, അതായത് ഇൻടാൻജിബിൾ. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഹാപ്പിനെസ്. നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് വേറൊരു വ്യക്തിയോട് പറയാൻ പറ്റും, ദേ ഇതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് നമുക്ക് അത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഐഡിയാസ്, ആശയങ്ങൾ, അതൊരു ഇൻടാൻജിബിൾ ഓബ്ജക്ട്സ് ആണ്. നമുക്ക് ഒരാളെ പ്രത്യേകിച്ച് വിളിച്ച് എന്റെ ഐഡിയാസ് ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് തൊട്ട് നോക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ മനസ്സിലായല്ലോ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത് ടാൻജിബിൾ ഓബ്ജക്ട്സ് ആണെങ്കിൽ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ ഓബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അപ്പം നമുക്കിനി ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ നോക്കിയേ, നൗണിന്റെ കളക്റ്റീവ് നൗൺ. നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കേട്ടോ. കളക്റ്റീവ് നൗൺ, കളക്ഷൻ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ പറയില്ലേ, എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടെന്ന് പറയും അല്ലേ. അപ്പൊ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാമ്പ് കൈ വെച്ചിട്ട് നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല്ല, ഒന്നിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ വേണം. അതാണ് കളക്ഷൻ. അത് തന്നെയാണ്, ആ ഒരു മീനിങ് വെച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. കളക്റ്റീവ് നൗൺ ഈസ് എ നൗൺ റെഫേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. കണ്ടോ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാർ, കുറെ ആൾക്കാർ. ഗ്രൂപ്പ് മീൻസ് ഒരു കൂട്ടം ഇല്ലേ, അല്ലെങ്കിൽ ഒന്നിലധികം. തിങ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, എല്ലാം ഒന്നിൽ കൂടുതലാണ് കേട്ടോ, എന്നെങ്കിൽ കളക്റ്റീവ് നൗൺ എന്ന് പറയാൻ പറ്റും. അപ്പൊ നോക്കിയേ, കളക്റ്റീവ് നൗൺ ഈസ് എ നൗൺ റെഫേഴ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ. ഫാമിലി. നമുക്കറിയാം ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയാണോ? അല്ല, ഒന്നിൽ കൂടുതൽ വേണം അല്ലെ. നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, ഫാദർ, മദർ, പിന്നെ കുട്ടികൾ, അറ്റ്ലീസ്റ്റ് അച്ഛനും അമ്മയും മക്കളെങ്കിലും ഉണ്ടായിരിക്കണം ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ വെച്ച് നമുക്ക് ഫാമിലി എന്ന് പറയാൻ പറ്റില്ല.
പിന്നെ അതുപോലെ ഒരു എക്സാമ്പിൾ നോക്കിയേ, ടീം. ടീം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോ ക്രിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം എന്നൊക്കെയാ പറയുന്നത് ഇല്ലേ. ഇപ്പൊ സ്കൂളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഞങ്ങൾ ഒരു ടീം വർക്കാണെന്ന് പറയും. അപ്പൊ ടീം എന്ന് പറയുമ്പോൾ തന്നെ കുറെ അധികം ആൾക്കാർ അതിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് കളക്റ്റീവ് നൗൺ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത നോക്കാം. 6th പോയിന്റ്, കൗണ്ടബിൾ നൗൺ. ഇവിടെ നമുക്ക് വേർഡ് ശ്രദ്ധിച്ച്, കൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത് എന്നർത്ഥം. കൗണ്ടബിൾ നൗൺ ഈസ് എ നൗൺ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. നമുക്ക് അതിനെ കൗണ്ട് ചെയ്ത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റും. അതാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. കൗണ്ടബിൾ നൗൺ ഈസ് എ നൗൺ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. ഇപ്പൊ ഉദാഹരണത്തിന് കാറ്. നമ്മളിപ്പോ ഒരു പാർക്കിംഗ് ഏരിയ ചെല്ലും, കുറെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഒരാൾ പറയുക ഇതെല്ലാം കൂടെ എത്ര കാർ ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റും. നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ പെൻസിൽ ബോക്സ്, അതിൽ നമ്മൾ കുറച്ച് പെൻസിൽ ഇട്ടുണ്ട്. ഇപ്പൊ ഒരാൾ പറയാം നിന്റെ കയ്യിൽ എത്ര പെൻസിൽ ഉണ്ട്, അല്ലെ നിന്റെ പെൻസിൽ ബോക്സിൽ എത്ര പെൻസിൽ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനെ ഈസി ആയിട്ട് കൗണ്ട് ചെയ്ത് അല്ലെ 10 എണ്ണം ഉണ്ട്, അല്ലെ 5 എണ്ണം ഉണ്ട് എന്റെ ബോക്സിലെ പെൻസിൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് കൗണ്ടബിൾ നൗൺ. ഇവിടെ നമ്മൾ പഠിച്ചത് കളക്റ്റീവ് നൗൺ ആൻഡ് കൗണ്ടബിൾ നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എ നൗൺ റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം എന്ന് വരുന്നതാണ് കളക്റ്റീവ് നൗൺ. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പൊ നമുക്കിനി 7ാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മൾ 6ാമത്തത് പഠിച്ചത് കൗണ്ടബിൾ നൗൺ ആയിരുന്നു. നമുക്ക് ഇൻഡിവിജ്വലി അതിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് 7th പോയിന്റ്. നോക്കിയേ, അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കാം. നോക്കിയേ, അൺകൗണ്ടബിൾ നൗൺ ഈസ് എ നൗൺ ദാറ്റ് cannot be counted individually. അല്ലേ? അപ്പൊ കൗണ്ടബിൾ നൗൺ നമ്മൾ പഠിച്ചത് എന്താ? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അപ്പൊ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഫിസിക്കലി എണ്ണി തിട്ടപ്പെടുത്താനൊന്നും നമുക്ക് പറ്റുന്നതല്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കിയേ, വാട്ടർ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഒരു കപ്പ് വെള്ളം എടുത്തുന്നിട്ട് പറയാമോ അത് എത്ര വെള്ളം ഉണ്ടോ എന്ന് എണ്ണി കാണിക്കാവോ, അല്ലെ ഒന്ന് കൗണ്ട് ചെയ്ത് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. അതുപോലെ തന്നെ എയർ, വായു ഇല്ലേ, അതിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? എത്ര വായു നമ്മൾ ഒരു ദിവസം ബ്രീത്ത് ഇൻ ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എത്ര വായുവാ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതെ, ഷുഗർ, പഞ്ചസാര. പഞ്ചസാര ഇപ്പൊ നമ്മൾ ഒരു കൈ പഞ്ചസാര, ഒരു കൈപ്പിടി പഞ്ചസാര എടുത്തു വെച്ചിട്ട് നമ്മളോട് പറയുക അത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള നൗണിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഈസ് എ നൗൺ ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? വാട്ടർ, എയർ ആൻഡ് ഷുഗർ. ഞാൻ ഓൾറെഡി 7 ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പഠിച്ചത്. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ അത്രയും മതി. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതുകൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് നോക്കിയേ, കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് നൗൺ ഈസ് എ നൗൺ മെയ്ഡ് ഓഫ് 2 or more words. അല്ലേ? 2ഓ അതിൽ കൂടുതലോ വാക്കുകൾ ചേരുമ്പോഴുണ്ടാകുന്ന പുതിയൊരു വാക്ക്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ ഈസ് എ നൗൺ മെയ്ഡ് ഓഫ് 2 or more words. കുറഞ്ഞത് 2 വാക്കെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ നോക്കിയേ, നോട്ട് ബുക്ക്. കണ്ടോ? നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡും ബുക്ക് എന്ന് പറയുന്ന മറ്റൊരു വേർഡും. അപ്പൊ 2 വേർഡ് ചേരുമ്പോഴാണ് നോട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡായിട്ട് നമ്മൾ അതിനെ ഫോം ചെയ്തെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് നോക്കിയേ, ഐസ്ക്രീം. കണ്ടോ? ഐസ് എന്ന് പറയുന്ന ഒരു വേർഡ്, ക്രീം എന്ന് പറയുന്ന മറ്റൊരു വേർഡ്. ഇത് 2 കൂടെ ചേരുമ്പോഴാണ് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയാൽ ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഫുഡ് എന്ന് പറയുന്ന മറ്റൊരു വേർഡ്. 2 കൂടെ ചേരുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും. അപ്പം കോമ്പൗണ്ട് നൗൺ ഈസ് എ നൗൺ മെയ്ഡ് ഓഫ് 2 or more words. 2ഓ അതിൽ കൂടുതലോ വാക്കുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട് നൗൺ. എക്സാമ്പിൾ നോട്ട്ബുക്ക്, ഐസ്ക്രീം, ഫാസ്റ്റ് ഫുഡ്. ഇതുകൂടെ പഠിച്ചത് കേട്ടോ. ഞാൻ 7 പറഞ്ഞു, പക്ഷെ ഇത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും മറ്റ് അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വിഷയമായി കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.